ആ ഒരു സമയത്ത്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത്, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും, ഒരുപാടല്ല, കുറച്ച് പേരെങ്കിലും ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എന്താന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു, ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പിള്ളേർ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവം എന്ന് ആളുകൾ ചോദിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പേടിയാന്ന് റിയാക്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, പിന്നെ ഹാഷ്ടാഗ് കൊടുത്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പേടിയുണ്ട്, ടെൻഷനുണ്ട്, കാണുമ്പോൾ വിഷമം തോന്നുന്നത്. നിങ്ങൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി സിസ്റ്ററെ. ഏതൊരാളും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഫാമിലി വേർപിരിഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും അതും ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നതും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. പിന്നെ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നവർ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്, അവർക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് ടൈറ്റിലും തമ്മിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കും വേണമല്ലോ റീച്ച്. പിന്നെ നിങ്ങളും വീഡിയോ ചെയ്യുന്നുള്ളത് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടും അതിൽ കൂടി സമ്പാദിക്കാനും വേണ്ടിയിട്ടല്ലേ. അതെല്ലാം വിഷയങ്ങളാടെ നിൽക്കട്ടെ. പക്ഷെ ഞാൻ കൂടുതലൊന്നും ഇതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാനുള്ള ആളല്ല ഞാൻ. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെയും ആഗ്രഹം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്നുള്ള ഒരാഗ്രഹമേ നമുക്കുള്ളൂ. അപ്പോൾ സിലു ടോക്കിൻ്റെ ഒരുപാട് സംസാരങ്ങൾ ഇതിൽ വിഷമം കൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വേജാറ് തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന് അവർ ഒന്നിക്കട്ടെ എന്നറിഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.